ഹലോ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാനായിട്ട് പോകുന്നത് ഡോവർ ക്ലിഫിലേക്കാണ് കേട്ടോ. അപ്പോൾ ലണ്ടനിൽ നിന്ന് ഒരു 2 hours ഉണ്ടോ എന്ന് ഓർമ്മയില്ല കേട്ടോ. ഒരു 1.25 മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്തിട്ടാണ് നമ്മൾ ഡോവർ ക്ലിഫിലെത്താൻ കേട്ടോ. പിന്നെ ഇതാണ് അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകൾ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാണ് ഡോവർ എന്ന്. അല്ല കേട്ടോ, ഞങ്ങൾ ഡോവർ പോകുന്നതിന് മുമ്പ് കാൻറ്റർബറി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതൊരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള സ്ഥലമാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഫീൽ ആവുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൈം ട്രാവൽ ചെയ്തിട്ട് ഒരുപാട് വർഷം ബാക്കിലേക്ക് പോയിട്ട് അവിടെ നിൽക്കുന്ന പോലെ ആയിരുന്നു കേട്ടോ. ശരിക്കും 2026 നമ്മൾ ഉള്ളതെന്നൊക്കെ നമ്മൾ ചിന്തിക്കത്തേയില്ല. കാരണം അത്രയ്ക്കും പഴയ ബിൽഡിങ്സും ഭയങ്കര എന്താ പറയുക പഴമ കാത്തു സൂക്ഷിക്കത്തില്ലേ, അതുപോലെ ഒരു സ്ഥലമായിരുന്നു അത്. പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷനാണ് ഈ കാൻറ്റർബറി കത്തീഡ്രൽ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് 1000 വർഷം ഉറപ്പില്ല കേട്ടോ, തോന്നുന്നു 1000 വർഷം പഴക്കമുള്ള ഒരു കത്തീഡ്രലാണിത്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാനൊന്നും നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വേണമെങ്കിൽ കയറായിരുന്നു, പക്ഷേ ഞങ്ങൾ വിചാരിച്ചു അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി കണ്ട സമയം കളയുന്നതിനേക്കാളും നമുക്ക് ബോട്ട് റൈഡിനൊക്കെ പോയിട്ട് അവിടെ നിന്ന് നേരെ ഡോവർ ക്ലിഫിലോട്ട് പോകാനുള്ളൊരു അങ്ങനെയുള്ളൊരു പ്ലാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ ബോട്ട് റൈഡിന് പോകാൻ നോക്കിയപ്പോഴത്തേക്കും ക്യൂ തേണ്ട ഇവിടെ നിന്ന് അങ്ങ് ഡോവർ വരെ ഉണ്ട് ക്യൂ. അതായത് ഇന്ന് നമ്മൾ ക്യൂവിൽ കയറി നിന്ന് കഴിഞ്ഞാൽ 2 മണിക്കൂർ എടുക്കും നമുക്ക് നമ്മുടെ ഇത് വരാനായിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു 2 മണിക്കൂർ ഇവിടെ കളയുന്നേക്കാളും നേരെ ഡോവർ പോകുന്നതന്നെ നല്ലതെന്ന് വെച്ചിട്ട് ഞങ്ങൾ കാൻറ്റർബറി ജസ്റ്റ് ഒന്ന് വെറുതെ ചുറ്റി കറങ്ങി കണ്ടിട്ട് നേരെ ഡോവറിലേക്ക് പോയി. എന്നിട്ട് ആദ്യം കുറച്ച് സമയം ആ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ ക്ലിഫിലോട്ട് പോയി കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നത് ബീച്ചിൻ്റെ സൈഡാണ്. പിന്നെ ക്ലിഫിലേക്ക് പോകുന്ന വഴി ഒരു കാസിലൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, ഞാനും എൻ്റെ ഹസ്ബൻഡും. ഇത്തവണ ഞങ്ങൾ എന്തായാലും അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല, കാരണം സമയമില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫൈനലി ക്ലിഫിലെത്തി. നിങ്ങൾ തന്നെ നോക്ക്, ഇതാണ് ഈ ക്ലിഫിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എത്ര എന്താണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ പോലും അതിൻ്റെ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ഭംഗിൻ്റെ 1/7 പോലും വരുന്നില്ല. അത്ര അടിപൊളിയാണ് കേട്ടോ. ഇവിടെ പോയിരുന്ന് അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോയിരുന്ന് ഇങ്ങനെ ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. ഞങ്ങൾ അവിടുന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ഇങ്ങനെ കുറേ ഷിപ്പുകളും ഒക്കെ വരുന്നതും പോകുന്നതും അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുവാണേ. നടന്ന് ക്ലിഫിൻ്റെ അറ്റത്തേക്ക് പോകാം. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് ഈ ഒരു വ്യൂ ഒന്ന് ആസ്വദിക്കാന്ന് വെച്ചിട്ട് ഞങ്ങളൊരു സ്പോട്ട് നോക്കി ഇങ്ങനെ നടക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ കാണാൻ നല്ല ഭംഗിയൊക്കെ ആണെങ്കിലും ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയായിരുന്നു കേട്ടോ ഇത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നിൽക്കുന്ന ഒരുപാട് ഹൈറ്റിലാണ്. ഹൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും, പക്ഷേ എന്നെ പോലെ ഹൈറ്റ് പേടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സ്ഥലമേ അല്ല ഇത്. പക്ഷേ എങ്ങനെയെങ്കിലും അവിടെ പോയി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് എൻജോയ് ചെയ്യും. പിന്നെ കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾ തന്നെ ബാക്കി വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കേ.